നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് പിന്നാലെ കോയമ്പത്തൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി ബിജെപി സ്ഥാനാർത്ഥി കെ അണ്ണാമലൈ. പാർട്ടിക്ക് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും എൻഡിഎ പ്രതീക്ഷിക്കുന്നില്ല. എഡിഎംകെ സഖ്യ ഉപേക്ഷിച്ചത് തെരഞ്ഞെടുപ്പിൽ ഗുണമാകുമെന്ന് ബിജെപിയുടെ കണക്കുകൂട്ടൽ. ഇന്നലെ രാവിലെയാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ബിജെപി കോയമ്പത്തൂർ സ്ഥാനാർത്ഥി കെ അണ്ണാമലൈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കോയമ്പത്തൂർ സൗത്ത് മണ്ഡലം എംഎൽഎ വാനതി ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കൊപ്പം എത്തിയായിരുന്നു ബിജെപി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കൂടെയായ അണ്ണാമലയുടെ പത്രികാ സമർപ്പണം. കട്ടുപാടും കൊണ്ടിരിപ്പേൻ என்றும் இந்திய நாட்டின் முழு முதல் ஆட்சிமையும் ஒருமைப்பாட்டையும் நிலைநிறுத்துவேன் என்றும் ஆண்டவன் மீது சூளுரைத்து உறுதி கூறுகிறேன். നേരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും അണ്ണാമലൈ പറഞ്ഞിരുന്നെങ്കിലും കൊങ്കുബെൽറ്റിൽ നിന്നുൾപ്പെടെ തമിഴ്നാട്ടിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടാൻ അണ്ണാമലയെ രംഗത്തിറക്കണമെന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചതോടെയാണ് കോയമ്പത്തൂരിൽ അണ്ണാമലയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. പാർട്ടിക്ക് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ബിജെപി പ്രതീക്ഷിക്കുന്നില്ല. 98-99 കാലഘട്ടത്തിൽ മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ ബിജെപിയുടെ CP രാധാകൃഷ്ണനെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. മാത്രമല്ല അണ്ണാ DMK സഖ്യം ഉപേക്ഷിച്ചതുൾപ്പെടെ മണ്ഡലത്തിൽ ഗുണം ചെയ്യുമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ. അണ്ണാമലൈ നടത്തിയ എൻ മക്കൾ പദയാത്രയും ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ എൽ മുരുകന്റെ വേലിയാത്രയുമെല്ലാം തമിഴ്നാട്ടിൽ എല്ലായിടത്തുമെന്നോണം കോയമ്പത്തൂരിലും വലിയ ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ബിജെപി കണക്കുകൂട്ടുന്നത്. മാത്രമല്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ അണ്ണാമലയെ കോയമ്പത്തൂർ മത്സരിപ്പിക്കുന്നത് സംസ്ഥാനത്താകെ ഓളം സൃഷ്ടിക്കുമെന്നും ബിജെപി കേന്ദ്ര നേതൃത്വം കണക്കാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി തവണ നേരിട്ട് പ്രചാരണത്തിന് തമിഴ്നാട്ടിൽ എത്തിയതുൾപ്പെടെ വലിയ ചലനം സൃഷ്ടിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ കണക്കുകൂട്ടുന്നത്. ജനം, പാലക്കാട്.